നമസ്കാരം. തിരുവോണദിനത്തിൽ എല്ലാവർക്കും ഒരു ആശംസ പറഞ്ഞിട്ട് പോയതാണ്. പിന്നെ 2 ആഴ്ചയായി കണ്ടിട്ട്. മറ്റൊന്നുമല്ല, ഭയങ്കരമായിട്ട് ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന്, അതുകൊണ്ട് പ്രത്യേകിച്ച് ബ്ലോഗ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും കറുപ്പായി ട്രാവലോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ആദ്യമായി ഇന്ന് നമ്മൾ യാത്രകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഈ ഒഴിവുവേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സെറ്റപ്പാണ് ഇപ്പോൾ ഈ ഷെഡ്. കൊച്ചു ഷെഡാണ്. അപ്പോൾ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴേ നമ്മുടെ ഒരു യൂട്യൂബറെ കുറിച്ച് പറയാം. അതുപോലെ ഉണ്ണിച്ചേട്ടൻ, നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയത്തില്ല. OMKV എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. ഉണ്ണി ജോർജ്, അദ്ദേഹത്തിൻ്റെ ബ്ലോഗുകൾ ഇങ്ങനെ കാണുന്ന സമയത്തുണ്ടല്ലോ ഒരു വീഡിയോ പെട്ടെന്ന് ഇങ്ങനെ കണ്ണിൽ തുടങ്ങി. അപ്പോൾ ഒരു പാചക വീഡിയോ, ഒരു കോഴി വെച്ചിട്ടുള്ള ഒരു ഐറ്റം ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടും നമുക്കത് ചെയ്തുകൂടാന്നൊരു ആഗ്രഹം. അത് എത്രത്തോളം ഫലപ്രദമായിട്ട് വിജയിക്കുമോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇങ്ങോട്ട് നോക്കി കണ്ടോ. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ രീതിയിൽ അദ്ദേഹം ചെയ്തു. ഇത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങളിങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് തക്കാളി, പച്ചമുളക്, സവാള, പിന്നെ അല്പം ഇച്ചിരി അധികം വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില ഇല്ലാത്ത ഒരു പരിപാടി എനിക്കില്ല. കറിവേപ്പില നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങളൊരു കിടിലൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് നേരെ പോവാം. എന്താ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനെ നമ്മളിങ്ങോട്ട് എടുത്തിട്ട് അതിനെ നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. മറ്റൊന്നുമല്ല, നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് അരച്ചെടുത്ത മിശ്രിതം ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തത് ഇത് നമ്മൾ ചിക്കനിലേക്ക് ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു വെള്ളത്തിൻ്റെ അംശം കൂടുതലാണ്. മറ്റൊന്നുമല്ല, അല്പം കൂട്ടി തന്നെയാണ് എടുത്തത്. അതിലേക്ക് അല്പം എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മുഴു ചെറുനാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഒരല്പം പുളി അധികം ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ്. എനിക്ക് പുളിയൊക്കെ ഒരല്പം അധികമുള്ളത് വളരെ സന്തോഷമാണ്. കാരണം ആഹാരത്തിൽ പുളിയും എരിയും ഒക്കെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതിലേക്ക് ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ മുളക് പൊടി, മല്ലിപ്പൊടി, ഒരല്പം ചിക്കൻ മസാല, പിന്നെ ഗരം മസാല ഉണ്ട്. ഗരം മസാലയും ഒരല്പം നമ്മൾ ചേർക്കുന്നു. ഇതിൻ്റെ അളവും കാര്യങ്ങളുമൊക്കെ നിങ്ങളുടേതായ ഇഷ്ടാനുസരണം ചെയ്യുക. പിന്നെ എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്ത ഉപ്പ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുക എന്താണ് ബാക്കിയെന്ന്. ബാക്കി മറ്റൊന്നുമല്ല, വീട്ടിൽ അമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എനിക്കിതുപോലെ ചിക്കൻ വെച്ചിട്ട് ഐറ്റം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അമ്മ ഇത്ര കിലോ വെയിറ്റുള്ള കോഴിയാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ തന്നു വിട്ടു. അതിനകത്ത് ആവശ്യാനുസരണം കാര്യങ്ങൾ ചേർക്കാനും പറഞ്ഞു. പിന്നെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനിത് ചേർത്തു. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്കും ചേർക്കാം, അതിലൊന്നും ഒരു കാര്യമില്ല. പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരണം ചേർക്കാം. പിന്നെ ഇതെല്ലാം കൂടെ നന്നായിട്ട് കുഴച്ച് നമുക്ക് ആ കോഴിയിലേക്ക് തേച്ച് പിടിപ്പിക്കണം. മറ്റൊന്നുമല്ല, നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം നമ്മളിത് വെച്ചാൽ മാത്രമേ നമുക്കിത് നമ്മുടെ ഇഷ്ടാനുസരണം പാചകം ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് വേവ് നമുക്ക് ലഭിക്കത്തുള്ളൂ. കാരണം മറ്റൊന്നുമല്ല, ഞാനിങ്ങനെ കേട്ടുള്ള ഒരു അറിവാണ്, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്താലും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരല്പം നേരം വെക്കുകയാണെങ്കിൽ, സാധിക്കുമെങ്കിൽ ഒരു 1.5 മണിക്കൂർ ഫ്രിഡ്ജിൽ കൂടെ വെക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് പിടിക്കും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക. ഞങ്ങൾ എന്തുപോലെ ഒരു 10-15 മിനിറ്റ് ഇതിനിങ്ങനെ മുടി വെക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പം മുടി വെച്ചിട്ട് അതിൻ്റെ കൂടെ നോക്കും. ഒരു 15 മിനിറ്റ് നേരം നമ്മൾ വാടകയിൽ ഇങ്ങനെ പൊതിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ക്ഷമിക്കുക, മൂടി വെച്ചിരുന്ന ചിക്കൻ നമ്മൾ പുറത്തെടുത്തിട്ട് ഭയങ്കര പെരുമഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പുറത്ത് കേട്ടോ. അപ്പോൾ വാഴയില വെട്ടാൻ പോയി ഗിൽബർട്ടാണ് 2 വാഴയില വെട്ടാൻ പറ്റുള്ളൂ. ഈ 2 വാഴയിലേക്ക് നമ്മളിങ്ങനെ പൊതിഞ്ഞ് മടക്കി എടുക്കുകയാണ് കേട്ടോ. എൻ്റെ നിർഭാഗ്യം എന്ന് പറഞ്ഞാൽ വാഴയില പൊട്ടി. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ദിനേശനോട് പറഞ്ഞിട്ട് ഉള്ളിൽ നിന്ന് ഉള്ളിൽ ചരടിയിൽ കൊണ്ട് എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അവ എടുത്തിട്ട് വന്നു. അപ്പോൾ ചരട് ഉപയോഗിച്ച് നന്നായിട്ട് കെട്ടു. അപ്പോൾ മഴ ഒരല്പം ശമിച്ചതിന് ശേഷം നമ്മുടെ ഗിൽബർട്ട് നമ്മുടെ സുഹൃത്താണ്, അദ്ദേഹത്തെ പറഞ്ഞിട്ട് 1-2 ഇലയും കൂടെ വെട്ടിക്കണം. എന്നിട്ട് വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയിട്ട് ഒതുക്കി കൂടി ഒന്ന് നമ്മൾ നന്നായിട്ട് ചുറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ നന്നായിട്ട് ചിപ്സ് ചിക്കൻ നിർമ്മിക്കാനായിട്ട് വെക്കാൻ പറ്റുള്ളൂ. കാരണം ചിപ്സ് എന്ന് പറഞ്ഞാൽ പാറയുടെ ചെറിയ ചീളുകളാണ്, പാറ കഷ്ണങ്ങളാണ്. അതായത് ക്രഷർ യൂണിറ്റുകളിൽ നിന്നൊക്കെ പൊടിച്ചെടുക്കുന്നത്. അതായത് ഈ വീടുകളുടെയൊക്കെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കട്ടകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചിപ്സ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ ആ ചിപ്സിലേക്ക് ഇത് വെക്കണമെങ്കിൽ നന്നായിട്ട് വാഴയില വെച്ച് ഒന്നുകൂടെ പൊതിയണം. അങ്ങനെ വാട്ടിയ വാഴയില വെച്ച് ഒരിക്കൽ കൂടി നമ്മൾ പൊതിഞ്ഞെടുക്കുകയാണ്. വാട്ടിയ വാഴയില വെച്ച് പൊതിഞ്ഞെടുത്തിട്ട് അലുമിനിയത്തിൻ്റെ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഇനി നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം. അലുമിനിയം ഷീറ്റ് ഞാൻ 100 രൂപ ചിലവായി, എങ്കിലും കുഴപ്പമില്ല വാങ്ങിച്ചത്. കാരണം ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഉള്ളൂ, എങ്കിൽ കൂടി ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ച് നന്നായിട്ട് പൊതിയാൻ പോവുകയാണ്. അപ്പോൾ അത് പൊതിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് കാഴ്ചയിലേക്ക് വരാം കേട്ടോ. അപ്പോഴേ നമ്മള് തുടങ്ങിയപ്പോഴൊരു കാര്യം പറയാൻ പറഞ്ഞു, എന്തോ ചെയ്യുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലായിരുന്നു. അത് ചിക്കൻ വെച്ചിട്ടുള്ള ഐറ്റമാണെന്നേ പറഞ്ഞുള്ളായിരുന്നേ. ഇത് ചിക്കൻ എന്താ പറയുന്നത്, ചിക്കൻ ചിപ്സ്. ഇതിൻ്റെ പേര് ചിക്കൻ ചിപ്സ് എന്നാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ബാക്കി പറയാം. പെരുമഴ പെയ്തുകൊണ്ട് ഒന്നും നടന്നില്ല, എല്ലാം പടപെടാവുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ കണ്ടല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളൊക്കെ വാരി ഇതിൽ നിറച്ചു, കെട്ടി, ഇല വാട്ടി, അതിനിടെ മഴ പെയ്തു, ആകെ നാശകോശങ്ങളായി. എന്നാലും കുഴപ്പമില്ല. ഇത് ഞങ്ങളാണ്ട് പേപ്പറിൽ ചുറ്റി എടുത്തിരിക്കുകയാണ്. ഇതാണ് ചട്ടിയിലേക്ക് ചിപ്സ് എന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഇതാണ് ഞാൻ പറഞ്ഞ ചിപ്സ്. ഈ ചിപ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്ക് പോകാം. എന്താ ഓക്കെ, വാ. അമ്പലത്തിൽ പൊങ്കാല ഇടുന്ന പോലെ ആണ്. ആദ്യം ഒരു ചിപ്സ് ചട്ടിയിലേക്ക് ഇട്ടു, ചൂടായ ചട്ടിയിലേക്ക് ഒരാൾക്ക് ഇടുക. ആണേ നമ്മുടെ ചിക്കൻ മുകളിലേക്ക് വെച്ചു. ശേഷം ആകപ്പാടെ ഒരു പുകമയോ അവിടെ. ഇനി ഏത് പരുവാവുന്നൊന്നും അറിയത്തില്ല. ഒരു വീഡിയോ കണ്ടപ്പോൾ അതിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തൊരു സംഭവമാണ്. ഇനി എത്രത്തോളം എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണാം കേട്ടോ. നമ്മുടെ ഈ ചിപ്സ് ചിക്കൻ്റെ പരിപാടി തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. അപ്പം നന്നായിട്ട് വിറകെല്ലാം കത്തി നല്ല കനൽ വന്നു. അരമണിക്കൂർ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഈ കനലെല്ലാം കോരി ഈ ചിപ്സിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ് കേട്ടോ. മറ്റൊന്നുമല്ല, താഴ്ന്ന് കിട്ടിയതുപോലെ തന്നെ ചൂട് മുകളിൽ നിന്നും കിട്ടിയിട്ട് നമ്മൾ ദം ബിരിയാണി പോലെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നന്നായിട്ട് തന്നെ പാചകം ചെയ്ത് കിട്ടണേ എന്ന് പ്രാർത്ഥനയുള്ളൂ. അപ്പോൾ നമ്മുടെ ചിപ്സ് ചിക്കൻ്റെ ദം പൊട്ടിക്കുമ്പോൾ പേര് പരുവായിട്ടാണെന്നൊക്കെ ചോദിച്ചാൽ വിശ്വാസം എന്തിനാണോ. ഒരു തുണി ഏകദേശം അപ്പോൾ ഇളക്കാം. അഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് പരുവൊന്ന്.
എന്ത് കാണും എന്തായാലും പച്ചക്ക് വലിയ സംഭവം സെറ്റായി കേട്ടോ. നല്ല ചൂടാ. ഇനി ഇവനെ ഒന്ന് പിടിക്കട്ടെ. വരാം. പുറത്തുനിന്ന് കുറച്ച് പൊറോട്ട മേടിച്ചായിരുന്നു. കഴിക്കേണ്ട രീതി ഞാൻ കാണിച്ചത്. ഒരു പൊറോട്ട എടുക്കണം, ഇങ്ങനെ വെക്കണം, അതിനകത്ത് എടുത്തൊരു മുളക് ഇങ്ങനെ കട്ട് ചെയ്യുക, അത് 2 കഷ്ണം ഇങ്ങനെ വെക്കുക, ഒരു സവാള, തക്കാളി ഇങ്ങനെ ചേർത്ത് വെക്കുക. നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഗ്രേവി ഇതിലാണ് കൈവിടുന്നു. ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ടുണ്ട്. തമാശല്ലോ, പൊളി സാധനം പൊളി. ഇതിനുശേഷം ക്യാമറ കട്ട് ചെയ്തിട്ട് ഇനി ഒന്ന് കഴിച്ചു കഴിച്ചിട്ട് അഭിപ്രായം പറയണം. നീ കഴിച്ചേ. എല്ലാരും കഴിക്കും, എല്ലാരും കഴിക്കും, എടുത്ത് കഴിക്കും. നിങ്ങളെല്ലാരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പൊളിയാണോ ഒരു വെറൈറ്റി ഉണ്ടോ? വാവ പറ, അങ്ങനെ ഉണ്ട് സാധനം. നമ്മുടെ ഇവിടെ അളിയനാണ് കേട്ടോ. അളിയ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞാൽ മതി. ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് കണ്ടല്ലോ നിങ്ങൾ. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അല്ലാത്തവർ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം പുതുമയും വ്യത്യസ്തമായ അനവധി വീഡിയോകളുമായി ഇനിയും ഞങ്ങളെത്തും. കഴിഞ്ഞ് ഇങ്ങോട്ട് നോക്കുന്നൊന്ന് എല്ലാം കഴിഞ്ഞ്